ഈ ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായി ഈ ഡിസൈൻ ക്ലോസ് ചെയ്ത ശേഷം അതിനായിട്ട് ഒരു പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഡോക്യുമെന്റിന് നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഡോക്യുമെന്റിന് വിഡ്ത്ത് 8 ഇഞ്ചസ്, ഹൈറ്റ് 4 ഇഞ്ചസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റെസൊല്യൂഷൻ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ 100 റെസൊല്യൂഷൻ ടൈപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് CMYK കളർ മോഡ് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഡോക്യുമെന്റിന് കാർഡ് എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് നാം കണ്ട ഡിസൈനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ലെയറിനെ അൺലോക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ലെയറിൽ ക്ലൗഡ്സ് എന്ന ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. നമുക്ക് ക്ലൗഡ്സ് എന്ന ഫിൽറ്റർ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതേ ലെയറിൽ തന്നെ നമുക്ക് റേഡിയൽ ബ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ റേഡിയൽ ബ്ലറിന്റെ വാല്യൂ ഇവിടെ 50 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്ലർ മെത്തേഡ് സ്പിൻ എന്ന് സെലക്ട് ചെയ്യുക, ക്വാളിറ്റി ഗുഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നാം മുമ്പ് കണ്ട ആ ലിക്വിഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് സ്കെച്ച് എന്ന ഓപ്ഷനിലെ ക്രോം എന്ന ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ 1 എന്നും സ്മൂത്ത്നെസ് 2 എന്നും അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനൊരു ലിക്വിഡ് കളർ അപ്ലൈ ചെയ്യുന്നതിനായി നമുക്ക് കളർ ബാലൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഇവിടെ വാട്ടറിന്റെ ഒരു കളർ വരുന്നതിനായി സിയാൻ കളർ -80 എന്നും ബ്ലൂ കളർ 75 എന്നും ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഒരു ലിക്വിഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡിസൈനിന്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ. ഇനി നമുക്ക് ഈ ഡിസൈനിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൽ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കിതിന് ഫോണ്ടായിട്ട് ഏരിയൽ ബ്ലാക്ക് ഫോണ്ട് നമുക്കിതിനു വേണ്ടി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലെയർ പാലറ്റിൽ ഈ ടൈപ്പ് ലെയർ സെലക്ട് ചെയ്ത ശേഷം അതിന്റെ ബ്ലെൻഡിംഗ് മോഡ് ഓവർലേ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഒപ്പാസിറ്റി നമുക്ക് ഒരു 70 എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ലെറ്ററിന് ഒരു 3D എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ടൈപ്പ് ലെയറിന്റെ ഒരു കോപ്പിയും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിന്റെ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്ത് നമുക്ക് കീബോർഡിലുള്ള ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ആദ്യം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം ടോപ്പ് ഭാഗത്തേക്ക് മൂവ് ചെയ്യുക. അതിനുശേഷം ആ ലെയറിന്റെ ഒപ്പാസിറ്റി നമുക്ക് 45 എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് മുകളിലുള്ള ലെയറിന്റെ ഒപ്പാസിറ്റി നമുക്ക് 40 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിനൊരു സ്ട്രോക്ക് അപ്ലൈ ചെയ്യാം. അതിനായി നമുക്ക് ലെയർ സ്റ്റൈൽസിൽ നിന്നും സ്ട്രോക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് സ്ട്രോക്കിന് ഒരു വൈറ്റ് കളർ
അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, സ്ട്രോക്കിന് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിന്റെ സൈസ് നമുക്ക് 2 എന്ന് ടൈപ്പ് ചെയ്യാം. സ്ട്രോക്കിന്റെ പൊസിഷൻ നമുക്ക് ഇൻസൈഡ് എന്ന് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സ്ട്രോക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിതിന്റെ മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്ത ശേഷം അതിന്റെ ഒപ്പാസിറ്റി നമുക്ക് 25 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ലെറ്ററിന് താഴെയായി ഒരു മനോഹരമായ ഒരു സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഇതേപോലെ റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്കൊരു ന്യൂ ലെയർ ആഡ് ചെയ്ത് അതിൽ നമുക്ക് ഈ വൈറ്റ് കളർ ഫിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സ്ട്രോക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നതിനായി ഇവിടെ മാർക്കേഴ്സ് ടൂൾ ഉപയോഗിച്ച് ഈ സ്ട്രോക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ സെലക്ഷനെ ഇൻവേഴ്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കീബോർഡിൽ കൺട്രോൾ ആൾട്ട് ഡി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് നമുക്ക് ഇതിന് ഫെദർ ഒരു 65 അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആ സ്ട്രോക്കിനെ നമുക്ക് ഇതേ രീതിയിൽ മനോഹരമാക്കാം. അതിനുശേഷം നമുക്ക് സെലക്ഷൻ ഡീസെലക്ട് ചെയ്ത ശേഷം ആ സ്ട്രോക്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് റീസൈസ് ചെയ്യാം. സ്ട്രോക്കിനെ നമുക്ക് കീബോർഡിൽ ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് വേറെയും മാറ്റേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്യാരക്ടർ പാലറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിന്റെ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം കൂട്ടാം. നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള കളർ ഈ ലെറ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഇതേ ഡിസൈനിൽ നമുക്ക് ഇഷ്ടമുള്ള മാറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് ഇതേപോലെ ആകർഷകങ്ങളായ കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.